ഒരു ഹൗസ് വാമിങ്ങിന് മാഹിയിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ നേരെ വണ്ടിയെടുത്ത് പരിയാരത്ത് നിന്ന് തലശ്ശേരി എത്തി. തലശ്ശേരിയിൽ നിന്ന് സുഹൃത്ത് ആശിഷിൻ്റെ കാറിലാണ് യാത്ര ചെയ്യുന്നത്. ആശിഷും കുടുംബവും ഒക്കെ കൂടെയുണ്ട്. മാഹി ചൂടിക്കോട്ടയിൽ തന്നെയാണ് റംഷിയുടെ വീട്. അപ്പോൾ ആ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് പുതുതായി വീട് വെച്ചിരിക്കുന്നത്. നമ്മൾ മാഹി പാലം കഴിഞ്ഞ ഉടനെ തന്നെ ആണ് ചൂടിക്കോട്ട എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. റംഷി എന്ന് പറയുന്നത് ബിരിയാണി ഹട്ട് എന്ന് പറയുന്ന കാറ്ററിംഗ് സർവീസൊക്കെ നടത്തുന്ന സുഹൃത്താണ്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ ബിരിയാണി ഹട്ട് എന്ന സ്ഥാപനത്തിൻ്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കാണാം. നമുക്കിന്ന് അവിടെ എത്തിയിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അങ്ങനെ ഞങ്ങൾ റംഷിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി വീടാണ്. നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മളിതാ കയറിയ ഉടനെ തന്നെ ഇവിടെ ബിരിയാണി ഹട്ടിലെ ചേച്ചിമാരൊക്കെ ഇവിടുന്ന് വെൽക്കം ഡ്രിങ്കൊക്കെ തരുന്നുണ്ട്. വെൽക്കം ഡ്രിങ്കിൽ ജ്യൂസ് ഉണ്ട്, അതേപോലെ കോക്ടെയിൽ, അതേപോലെയുള്ള ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. നമ്മുടെ വീടിൻ്റെ അകത്ത് കയറിയ ഉടനെ തന്നെ റംഷി നമുക്ക് കാര്യങ്ങളൊക്കെ, വീടിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആശിഷുമായിട്ട് നമ്മൾ ആ ഡിസൈൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കൂടുതൽ വീടിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡിസൈൻ, അതേപോലെ മരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് കയറി വരുന്നവർക്കൊക്കെ ഇരിക്കാനുള്ള കസേരയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വീട് പണിതിരിക്കുന്നത്. നമ്മൾ കൂടുതൽ വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് പിന്നൊരു ദിവസം വന്നിട്ട് നമുക്ക് വിശദമായിട്ട് വീടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ റംഷി അത്യാവശ്യം നമുക്ക് ഈ വീടിൻ്റെ ഡിസൈനുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏത് ചായ കുടിക്കുമെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മിൻറ്റ് ടീ ഉണ്ട്, അതേപോലെ തന്നെ ഗ്രീൻ ടീ ഉണ്ട്. ഏത് ചായ കുടിക്കുമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എടാ ഏതാ വേണ്ട പേരോടാ? ഏത് ചോപ്പാ ഏത് കളറാ വേണ്ട? ഇതാ ആഹാ, കറക്റ്റ് പിടിച്ചിട്ടില്ല അല്ലേ? വേണ്ടേ? അല്ലടാ, ഇതിലാവുമ്പല്ലേ ചൂടുണ്ടാവില്ല, അതിൽ ഭയങ്കര ചൂടാണ്. ഇത് പിടിച്ചു നോക്കിയാ, പിടിച്ചു നോക്കടാ. ഒരു ഗ്ലാസ്സിൽ കാണിക്കാം. ഓനാടി എടുത്തിട്ട് ഇനി നമുക്ക് ബിരിയാണി ഹട്ടിൻ്റെ ഭക്ഷണം കഴിക്കാം. ഇതാ പൊറോട്ടയുണ്ട്, പത്തലുണ്ട്, പുട്ടുണ്ട്, അതേപോലെയുള്ള അതിൻ്റെ എല്ലാം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവസാനം ചിക്കൻ്റെ പീസ് ഉണ്ട്. ബിരിയാണി കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മളിത് തുടക്കത്തിൽ തന്നെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് നമ്മൾ മേടിക്കുന്നത്. ആശി പൊറോട്ടയും ഒരു ചിക്കൻ പീസും ഒരു വെജിറ്റബിൾ കറിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ബിരിയാണി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ഇവരെ ബിരിയാണി ഹട്ടിൻ്റെ ആ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്, അതൊന്ന് കഴിച്ചു നോക്കണം എന്തായാലും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബിരിയാണി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിവിടെ ലൈവായിട്ട് മസാല ദോശയൊക്കെ ചുടുകയാണ്. ദോശയും മസാല ദോശ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അവിടുന്ന് ചുട്ട് വെക്കുകയാണ്.
യാങ് മോനെ ബിരിയാണി വന്ന് ബിരിയാണി ഹട്ടിൻ്റെ ബിരിയാണി വാങ്ങിയിരിക്കുകയാണ്. ഇതാ ഒരു ചിക്കൻ പീസും കൂടി അതിൻ്റെ കൂടെ വാങ്ങിയിട്ടുണ്ട്. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ബിരിയാണി കേട്ടോ. ശരിയായ തലശ്ശേരി ബിരിയാണി കഴിക്കണമെങ്കിൽ ബിരിയാണി ഹട്ടിൻ്റെ ഈ മംഗലത്തിന് വെക്കുന്ന ഈ ഒരു ബിരിയാണി കഴിക്കുന്ന വേണം. ഒന്നൊന്നര ടേസ്റ്റാണ്. ഞാനിപ്പം തളിപ്പറമ്പിൽ വരുന്നത്. തളിപ്പറമ്പിലെ വേറൊരു ടേസ്റ്റാണ് ഇത്. തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്ന ശരിയായ തലശ്ശേരി ബിരിയാണി, തലശ്ശേരിക്കാരുടെ സ്വന്തം ബിരിയാണിയാണ് ഇത് നമ്മൾ കഴിക്കുന്നത്. സംസാരിക്കാൻ എടാ എന്നെ കാര്യമായിട്ട് ഒരാൾ വിളിക്കുന്നുണ്ട്. അലമ്പൊന്നുമില്ല. നിങ്ങൾ രാജിവെച്ചാ സ്കൂളിൽ തന്നെ ഉണ്ടാ ബിരിയാണി ഇല്ല.